നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പേഴ്സൻ്റെയും എനർജി എന്താണ്, അവർ തമ്മിലുള്ള ആ ഒരു എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുമോ, അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഈ ഒരു കാര്യം ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട്. നിങ്ങളായിട്ട് റെസൊനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ആദ്യം പറഞ്ഞല്ലോ ഇത് ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. അപ്പം നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് ഒരുപാട് പേരുടെ എനർജീസ് അപ്പോൾ ഉണ്ട്. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് ഒരു ആശ്വാസം കിട്ടുകയും സത്യങ്ങൾ അറിയാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ആ ഒരു നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ എന്തോ ആവട്ടെ, അത് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് കാരണം അതിനകത്തുണ്ടായ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്കൊരു സ്വസ്ഥതയില്ല, ഉറക്കമില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം ചെയ്ത് തരുന്നതാണ്. റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ ഹീലാവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് വെച്ചിട്ടും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ടാണ് അത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നത്. നിങ്ങളുടെ ഇടയിലുള്ള തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്, തേർഡ് പാർട്ടി റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റാണ് തരുന്നത്. അങ്ങനെ കരിയർ, മണി, ബ്ലാക്ക് എനർജി, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട്. അത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ടാണ് തയ്യാറാക്കി നൽകുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങളുടെ സിറ്റുവേഷൻ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടെന്ന് വെച്ചോ, വേറൊരാൾക്കും റിലേഷൻഷിപ്പ് പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് തരുന്ന ബ്രേസ്ലെറ്റ് യൂസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന മറ്റേ ആൾക്ക് അതിന് റിസൾട്ട് കിട്ടില്ല. കാരണം എന്താണെന്നറിയുമോ, നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ബ്രേസ്ലെറ്റാണ് തയ്യാറാക്കി നൽകുന്നത്. കൂടാതെ തന്നെ ആ ബ്രേസ്ലെറ്റിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് തരും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് കൃത്യമായിട്ട് ചെയ്യണം. ഫാസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ് 10 ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് സോർഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, ദ ജസ്റ്റിസ് കാർഡ്, 4 ഓഫ് കപ്സ്, ദ എംബ്രസ്, 7 ഓഫ് വാൻഡ്സ്, 6 ഓഫ് വാൻഡ്സ്, 9 ഓഫ് കപ്സ്, ദ മൂൺ കാർഡ്, 6 ഓഫ് സോർഡ്സ്, ദ ഫൂൾ കാർഡ്. ഇവിടെ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അത് മറ്റാരോ ഉപേക്ഷിച്ചൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചുമക്കുന്നൊരു ഭാരമായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ആക്ച്വലി അത് ചുമക്കേണ്ട ഭാരമൊന്നും അല്ല, ആരോ ചുമന്ന് ഉപേക്ഷിക്കപ്പെട്ടൊരു ഭാരത്തെ ചുമക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ആരോ ചുമന്നിട്ട് ഉപേക്ഷിക്കപ്പെട്ട ഭാരം എന്ന് പറയുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് കാണുന്നത്. ഈ തേർഡ് പാർട്ടിയെ കൊണ്ടിട്ട് നിങ്ങളുടെ വ്യക്തി വല്ലാത്ത ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അവരിപ്പോൾ ഒരു മടുപ്പ് പിടിച്ചൊരു സ്റ്റേജിലേക്ക് വന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഇപ്പോൾ ശരിക്കും ഒരു ഇമോഷൻ, ഒരു സ്നേഹം നിറഞ്ഞൊരു ഇമോഷൻ നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അവർ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ബർഡന്. അവർക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയണമെന്നും ഉപേക്ഷിക്കണമെന്നും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഇങ്ങോട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരെ കൊണ്ടത് സാധിക്കുന്നില്ല. വൺസ് ചുമന്ന് പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധം അവരെ ഹോണ്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര ഒരു ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടി. അതൊരു ഫെമിനൈൻ എനർജിയാണ്, ഒരു സ്ത്രീയുടെ എനർജിയാണ് ഒരു ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. ആദ്യമൊക്കെ ഈ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറും ഒക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു ഭാരമായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് ഈ ഒരു തേർഡ് പാർട്ടി പല കാര്യങ്ങളും പറഞ്ഞു ചെയ്യിപ്പിക്കുന്നു, ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട അവസ്ഥ വരിക, ചെയ്യാണ്ട് വേറെ നിവർത്തിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അതായത് തേർഡ് പാർട്ടി പറയുന്നതെല്ലാം അനുസരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്കും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവർ പൊതുവെ ബ്ലാക്ക് മാജിക്ക് ചെയ്ത്
ആൾക്കാർ അവരിലേക്ക് വശീകരിച്ചിട്ട് അവർ പറയുന്നതൊക്കെ അനുസരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ആ ഒരു ലേഡിയുടെ സ്വഭാവം ഇവിടെ കാണുന്നത്. ഇപ്പം ഈ ഒരു തേർഡ് പാർട്ടി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനുസരിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊന്നും നിങ്ങളുടെ വ്യക്തി ഇതിനെ എതിർത്ത് സംസാരിക്കുകയുണ്ടായിരുന്നില്ല, മനസ്സിലായോ? അവർ പറയുന്ന എല്ലാം അനുസരിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തി ഒരു ഇൻഡിവിജ്വലാണ്, അവർക്ക് പല രീതിയിലുള്ള ഒരു അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടി നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് ഇപ്പോൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അവർക്ക് സ്വസ്ഥതയില്ല. അവർക്ക് മനസ്സിലായി, സ്വസ്ഥത കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടിമയെ പോലെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്തേ പറ്റൂ. ഈ ഒരു തേർഡ് പാർട്ടി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായിട്ട് പണം ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ഭയങ്കര ലക്ഷറി ലൈഫാണ് ഇഷ്ടം. ഒരുപാട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണം സൂക്ഷിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ പണം നല്ല രീതിയിൽ ചിലവാക്കുന്നു. അവർക്കിപ്പോൾ സമ്പാദ്യം പോലും ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. നിങ്ങളുടെ വ്യക്തി ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. അവരുടെ കരിയറിലാവട്ടെ നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരു ഇതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ അവരുടെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല, മനസ്സിലായോ? ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. മാക്സിമം ടൈം അവരിപ്പോൾ ഒറ്റയ്ക്കിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ആരുടെയെങ്കിലുമൊക്കെ മിണ്ടാൻ തന്നെ ഭയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി ഒരു ലെസൺ പഠിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആരെയും വിശ്വസിക്കരുത്. വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഷോൾഡറിലാവും. ആ ഒരു ഭാരത്തെ ലാസ്റ്റ് ചുമക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാവും. ആദ്യത്തെ സ്വഭാവമായിരിക്കില്ല പിന്നെ. ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ശരിക്കും നിങ്ങളുടെ വ്യക്തിയെടുത്തൊരു സ്നേഹം ഉള്ളതായിട്ട് കാണുന്നില്ല. പണം മാത്രമാണ് അവർക്ക് വേണ്ടുന്നത്. അവരാവശ്യപ്പെടുമ്പം നിങ്ങളുടെ വ്യക്തി പണം കൊടുക്കണം. അവരെന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ വ്യക്തി അതൊക്കെ അനുസരിക്കണം. ലൈക്ക് ഒരു പാവയെ പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം, മനസ്സിലായോ? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പേഴ്സൻ്റെ അടിമയായിട്ട് ഇരിക്കണം എപ്പോഴും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു എന്താ പറയണ്ടേ, ആ ഒരു തേർഡ് പാർട്ടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. അവർക്കൊരു നീതി കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് ഒരു നീതി കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നേരത്തെ ഫോളോ ചെയ്തിരിക്കുന്ന പാറ്റേൺ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ചേഞ്ച് ആയിരിക്കുന്നു. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരാൻ നിങ്ങളുടെ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ രക്ഷപ്പെടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. സത്യം പറയാമല്ലോ, അവർക്ക് ഒറ്റയ്ക്കുള്ളൊരു ലൈഫാണ് ഇപ്പം ആവശ്യം. അവർക്കൊരു സന്തോഷം കിട്ടിയിട്ട് കുറേ നാളായിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരുടേതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കുറേ കാര്യങ്ങൾ പോലും അവർക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അവർക്ക് പ്രോപ്പറായിട്ട് അവരിപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല. അവർക്ക് ശാരീരികമായിട്ട് എന്തൊക്കെയോ അസുഖങ്ങൾ ബാധിച്ചതായിട്ട് കാണുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. അതായത് അവരൊരു കുഴിയിൽ വീണ്, ആ കുഴിയിൽ നിറച്ച് ചെളിയായിരുന്നു, വെള്ളത്തിൻ്റെ കൂടെ ചെളിയും ഉണ്ടായിരുന്നു. ഈ ചെളി ഉള്ളത് കൊണ്ട് തന്നെ അവർ മുങ്ങിച്ചാവാൻ പോകുന്ന ഒരവസ്ഥയാണ്. അവരെങ്ങനെയൊക്കെ അത് കര കയറാൻ നോക്കും തോറും അത് മുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണിപ്പോൾ അവരുടെ അവസ്ഥ. കാരണം ഈ ഒരു തേർഡ് പാർട്ടിയുടെ സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഒരുപാട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, കറക്റ്റ് ഒരു വ്യക്തത കൊടുക്കാത്ത ഒരു സ്വഭാവമായിരുന്നു ഈ ഒരു തേർഡ് പാർട്ടിയുടെ. നേരത്തെ നിങ്ങളുടെ വ്യക്തിയെ പല കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ശരിക്കും അത് നിങ്ങളുടെ വ്യക്തി എല്ലാം വിശ്വസിച്ച് പോയി കേട്ടോ. കാരണം ഇന്നലെ കയറി വന്ന ഒരാൾക്കാണ് നിങ്ങളുടെ വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതാണ് ഇവിടുത്തെ ദൈവത്തിൻ്റെ കളി എന്ന് പറയുന്നത്. അവർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരാതെ മറ്റൊരാളുടെ വാക്ക് വിശ്വസിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സിറ്റുവേഷൻ അനുഭവിക്കാനുള്ള ഒരു വിധി വന്നത്. ഇവിടെ തേർഡ് പാർട്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് മറ്റ് കുറേ ആൾക്കാരുമായിട്ടും ബന്ധമുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി അല്ലാണ്ട് വേറെ ആൾക്കാരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. വൃത്തികെട്ട രീതിയിൽ, അതായത് പുറമേ ഉള്ള ഒരാൾ നോക്കുമ്പോഴത്തേക്ക് അറപ്പ് തോന്നുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് പുറത്തുള്ള കുറേ ആൾക്കാരുമായിട്ട് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
ഇവിടെ ശരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഫെമിനൈൻ എനർജി ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി ഒരു മെയിലായിരിക്കുമല്ലോ. അതായത് നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു പുരുഷനാവാം. അവർക്കിപ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലായി. നിങ്ങൾ കൊടുത്ത ആ ഒരു അമ്മയുടെ സ്നേഹം, കരുതൽ, അവർക്ക് അസുഖം വരുമ്പോൾ നിങ്ങൾ നോക്കിയിരുന്നത്, അവർ നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ തന്നെയും നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു കെയറിങ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു സ്നേഹമൊക്കെ കുറച്ച് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. അവരതൊക്കെ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഫാമിലിയാണ്, ഒരു കുട്ടിയൊക്കെ ഉള്ളൊരു ഫാമിലി. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഇൻലോസ് ആവാം. നിങ്ങളെ ഒരുപാട് തവണ ആ ഒരു ഇൻലോസിൻ്റെ ഇടയിലിട്ടിട്ട് കഷ്ടപ്പെടുത്തേണ്ട ഒരു അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാതെ ഈ ഒരു ഇൻലോസ് മാത്രം പറയും. ഇൻലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ, അമ്മായിയപ്പൻ, നിങ്ങളുടെ വ്യക്തിയുടെ പെങ്ങള്, ബ്രദർ, ആരും ആവാട്ടോ, അവർ പറയുന്നത് മാത്രം വിശ്വസിച്ച് നിങ്ങളെ തള്ളിപ്പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട്. അതൊക്കെ ഓർത്തിട്ട് ഇപ്പോൾ ദുഃഖിക്കുന്നു കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു സ്ഥലത്തു നിന്ന് രക്ഷപ്പെടണം. പക്ഷെ രക്ഷപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഫാമിലി ആണെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഈ തേർഡ് പാർട്ടീസ് ശല്യം ചെയ്യാത്ത രീതിയിൽ എവിടെയെങ്കിലും ദൂരെ മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും ഒരു പക്ഷേ കുറച്ച് നാളിന് മുന്നേ അതൊരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ആ ആഗ്രഹമൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ തുറന്ന് പറയുന്ന സമയത്തൊക്കെ നിങ്ങളെ ഒരു ശല്യമായിട്ടും നിങ്ങൾ ഭയങ്കര ഒരു ഭാരമായിട്ടുമാണ് അവർ കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ അവർ ചുമക്കുന്ന ഭാരം ആരുടേത്? ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചുമന്നുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ചിലവ് നോക്കേണ്ട അവസ്ഥ വരിക, തേർഡ് പാർട്ടിയുടെ ലക്ഷറി മീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരിക, തേർഡ് പാർട്ടിയുടെ അടിമയായി ഇരിക്കേണ്ട അവസ്ഥ വരിക, തേർഡ് പാർട്ടി പറയുന്നതല്ല ഒരു പട്ടിയെപ്പോലെ നിന്ന് കേട്ട് അനുസരിക്കേണ്ട ഒരു ഗതികേട് വരിക. അവരുടെ ഗതികേട് നിന്ന് തന്നെ പറയാൻ സാധിക്കും കേട്ടോ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിൽ നേരത്തെ വഴക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ വേദനിപ്പിക്കുന്ന പല രീതിയിലുള്ള സംസാരങ്ങളും അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അവർ ഒരു ജയിച്ച മട്ടായിരുന്നു, മനസ്സിലായോ? നിങ്ങളെ വാക്കുകൾ കൊണ്ട് സംസാരിച്ച് തോൽപ്പിച്ച ആ ഒരു വിജയം നേടിയ ഒരു സന്തോഷത്തിലായിരുന്നു നിങ്ങളുടെ വ്യക്തി. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല വിഷമമുണ്ട് നിങ്ങളെ ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചതിൽ. അവരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ശരിക്കും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ അവർ വിശ്വസിച്ചിരുന്നു ഈ ഒരു തേർഡ് പാർട്ടി പറയുന്നതനുസരിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ ഉള്ളൊരു ലൈഫാണ് അവരുടെ വിജയത്തിന് ഏറ്റവും നല്ലത് എന്ന്. പക്ഷേ ഇന്ന് അവർ മനസ്സിലാക്കുന്നു തേർഡ് പാർട്ടിയുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ, തേർഡ് പാർട്ടി പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാൽ അവർക്ക് തോൽവിയും നിരാശയും മാത്രമായിരിക്കും ഉണ്ടാവുക. അവർക്കൊരു ഉയർച്ച ഉണ്ടാവില്ല എന്നുകൊണ്ട് സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അവർ തകർച്ചയിലേക്കാണ് പോകുന്നത് എന്നും അവർ മനസ്സിലാക്കിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ മനഃപൂർവ്വമാണ് ഈ ഒരു തേർഡ് പാർട്ടി പിരിച്ചത്. ആ ഒരു സത്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. ആ ഒരു സത്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം ഈ തേർഡ് പാർട്ടി നേർവഴിയിലല്ല സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി. അതിനുശേഷം തൊട്ടിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി പറയുന്നതൊന്നും നിങ്ങളുടെ വ്യക്തി കേൾക്കാണ്ടിരുന്നത്. മനസ്സിലായോ? ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് നന്ദി പറയുക, ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് രാത്രി നിങ്ങൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. ഇപ്പോൾ കുറേ പേര് രാത്രിയിലൊക്കെ ഇരുന്ന് കരയുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഉറക്കം ഒഴിയാണ്ടിരിക്കുക. രാത്രി കിടക്കുന്നതിന് മുന്നേ യൂണിവേഴ്സിൻ്റെ അടുത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇത് അത്രയ്ക്ക് നല്ലൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുന്ന അങ്ങനെയൊക്കെയാണ് ഈ റീഡിങ്ങിനകത്ത് പറയുന്നത്. ക്ലെയിം ചെയ്യുക.
666 എന്ന് പറഞ്ഞൊരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുവാണെങ്കിലേ അത് ക്ലെയിം ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് മടങ്ങി എത്തുന്ന ഒരു ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന രീതിയിൽ ഇമാജിൻ ചെയ്തിട്ട് അത് ക്ലെയിം ചെയ്യുക. നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് സർപ്രൈസ് തരും. ആ സർപ്രൈസ് നിങ്ങളെ ഹാപ്പി ആക്കുന്ന സർപ്രൈസ് ആയിരിക്കും. അത് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണ് എന്ന് യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയുക. അത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വന്നതിന് നന്ദി ഇത് നിങ്ങൾ പറയുക. കാരണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓൾറെഡി നിങ്ങളിത് ക്ലെയിം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എനർജി വർക്കാവാൻ അവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇത് സമാധാനമായിട്ടിരിക്കുക. എല്ലാവരും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അവിടെ സന്തോഷമായിട്ട് ഒന്നുമല്ല ഇരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ചെയ്ത എല്ലാ ദോഷത്തിനും എല്ലാ ദ്രോഹത്തിനും എല്ലാം നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ നല്ലതിനായിട്ട് മാത്രം ജീവിക്കുക. മനസ്സിലായോ? ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെ ഒന്ന് കെയർ ചെയ്യുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ എങ്ങനെയൊക്കെ ചതിച്ചാലും അവർ നിങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചാലും നിങ്ങളിലേക്ക് മടങ്ങി എത്തുവാണെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ എങ്ങനെയൊക്കെയാണ് ദ്രോഹിക്കുന്നതെന്ന്. പ്രോപ്പറായിട്ട് ഉറക്കം കൊടുക്കുന്നില്ല. രാത്രി ഇരുന്ന് കരഞ്ഞ് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തന്നെ ഇല്ലാണ്ടാക്കുന്നു, അസുഖം വരുത്തുന്നു. നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നില്ല. നിങ്ങളുടെ ദേഹത്തെ നിങ്ങളൊന്നും നോക്കുന്നില്ല. ശരീരത്തെ നിങ്ങളൊന്നും കെയർ ചെയ്യുന്നില്ല. ശരിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് എന്താണ്? നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് നിങ്ങൾ മാത്രമല്ലേ ഉള്ളത്. പിന്നെ ഈ മറ്റൊരാൾ നിങ്ങളുടെ അടുത്ത് ചെയ്ത ദ്രോഹത്തിന് നിങ്ങൾ ക്ഷമിക്കാൻ റെഡി ആയിട്ടിരുന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്തിനാണ് നിങ്ങളെ ദ്രോഹിക്കുന്നത്? നിങ്ങളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു മോശമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം യൂണിവേഴ്സ് അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നിങ്ങൾ മറ്റൊരാൾ നിങ്ങളുടെ ലൈഫിൽ വന്നാലേ നിങ്ങൾക്ക് സന്തോഷം കിട്ടൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് യൂണിവേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രേ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുതരുമോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടോ എന്ന്. അതുകൊണ്ട് ഇപ്പം തന്നെ ക്ലെയിം ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ മൈൻഡിനെ അങ്ങനെ വെക്കാൻ സാധിക്കുന്നില്ല, ഒന്ന് ഓക്കെ ആവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് ഹീലാവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഞാൻ തരാം. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും പറഞ്ഞു തരാം. ആ സമയത്ത് നിങ്ങൾക്കത് ശരിയാകും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് റീഡിങ്ങും എടുത്തു തരാം. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.